മോർണിംഗ് ഷോയിൽ ഇനി അതിഥികൾക്കുള്ള സമയമാണ്. ഇന്ന് മോർണിംഗ് മുഖത്തിൽ നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് ഒരു കൊച്ചു ഗായികയാണ്, അൽക്ക അജിത്ത്. പുതിയതായി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം ദഫേദാറാണ് അൽക്ക പാടിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം. സ്വാഗതം അൽക്ക മോർണിംഗ് ഷോയിലേക്ക്. നമസ്കാരം. ആദ്യം തന്നെ ദഫേദാറിന്റെ അനുഭവങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതായിരിക്കും നന്നാവുക. ഇളയരാജയുടെ മ്യൂസിക്കിൽ ഒരു പാട്ട്. എങ്ങനെയാണ് അൽക്ക ദഫേദാറിലെ പാട്ടിനെ കാണുന്നത്? ദഫേദാർ ഈ പടത്തിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് വർഷം എനിക്ക് ലഭിച്ചിരുന്നത്. കാരണം രാജാ സാറിൻ്റെ കൂടെ ഞാൻ ആദ്യമായി പാടുന്നൊരു പാട്ടും കൂടിയാണ് ദഫേദാറിലെ ഗാനം. അതിലൊത്തിരി സന്തോഷിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അല്ലേ? അപ്പം ഇളയരാജയുടെ സംഗീതത്തിൽ ഒരു പാട്ട് പാടാൻ കഴിയുക, അത് മലയാളത്തിൽ. ഏതാണ് പാട്ട്? നമുക്ക് എനിക്കൊന്ന് സിനിമ റിലീസ് ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ, എങ്കിൽ പോലും അൽക്കയുടെ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓരിലയിരില് ആലിലാടുവാനാടിയുമോടിയുമാടി മാസമേ നീ പോരുമോ? ഓരിലയിരില് ആലിലാടുവാനാടിയുമോടിയുമാടി മാസമേ നീ പോരുമോ? കാറ്റുമൊരു പാട്ടല്ലോ, തരുനിരയുടെ മകളല്ലോ, ആരു നീ ഭൂമി വാതിലിലോടി വന്ന കുളിരേ? ഓരിലയിരില് ആലിലാടുവാനാടിയുമോടിയുമാടി മാസമേ നീ പോരുമോ? ആഹ നീ പോരുമോ? പൊടിമഴ പൊടിയണ കുറുനിരയിളകി അടിമുടി നിറയണ കുളിർ കാറ്റേ, പുലരുളി തിരളണ കവിതകൾ വിരിയും മധുരിമ ചൊരിയണ കുളിർ കാറ്റേ. അൽക്ക ഈ ചിത്രത്തിലെ പാട്ടാണ് ഇപ്പോൾ പാടിയത്. പക്ഷെ നേരത്തെ തന്നെ ഒരുപാട് പാട്ട് പാടിയിട്ടുള്ള ആളാണ്. അൽക്കയ്ക്ക് മറ്റാർക്കും ഇല്ലാത്തൊരു റെക്കോർഡ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ പേര് വന്നിട്ടുള്ള ആളാണ്. ഇതിനോടകം തന്നെ വളരെ ചെറിയ പ്രായത്തിൽ പാടി തുടങ്ങിയതാണ്. എങ്ങനെയാണ് അൽക്ക ഈ ചിത്രത്തിലേക്ക്, ചലച്ചിത്ര മേഖലയിലുണ്ട്, ദഫേദാർ എന്ന ചിത്രത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഈ പാട്ടിൻ്റെ റെക്കോർഡിങ്ങിന് മുന്നേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദ് സാറാണ്. അദ്ദേഹത്തിന് തന്നെ വേറൊരു പാട്ടും കൂടെ പാടിയിരുന്നു, ദ ട്രെയിൻ എന്ന ഫിലിമിൽ പാടിയിരുന്നു റഫീഖ് അഹമ്മദ് സാറിൻ്റെ ലിറിക്സിൽ. പിന്നെ ഇതിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ റെക്കോർഡിങ്ങിൻ്റെ തലേ ദിവസം വോയിസ് ടെസ്റ്റിനെ വിളിച്ചു. പുതിയൊരു സിംഗർ, രാജാ സാറിന് പുതിയൊരു സിംഗറെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനടക്കം 5 സിംഗേഴ്സിനെ വിളിച്ചതിന് ശേഷം വോയിസ് ടെസ്റ്റ് നടത്തിയിരുന്നു. അതിലെനിക്ക് അവസരം കിട്ടിയതിൽ സന്തോഷിക്കുന്നു. ഈ ഒരു പാട്ടാണോ സിനിമയിൽ പാടിയത്? ഒരു പാട്ട് മാത്രമേ? ഈ ഒരു സോങ്ങിന് വേണ്ടിയായിരുന്നു, ഈ ഒരു പാട്ടിന് വേണ്ടിയായിരുന്നു വിളിച്ചിരുന്നത്. അപ്പോൾ ആരായിരിക്കും ഇളയരാജയ്ക്ക് ഇത്തരത്തിലൊരു പാട്ടുകാരി, ഒരു കുട്ടി ഉണ്ട് എന്ന് സജസ്റ്റ് ചെയ്ത്? ഒരു പക്ഷേ റഫീഖ് അഹമ്മദ് ആയിരിക്കുമോ ട്രെയിനിലെ പാട്ട് കേട്ട് ഇതിലേക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക? അത് മാത്രമല്ല, ഒരു ഭാഗ്യം കൂടി 5 പേരുണ്ടായിരുന്നു, 5 പേരിൽ നിന്ന് സെലക്റ്റഡ് ആയി എന്നുള്ളതാണ് അല്ലേ? അതെ അതെ. രാജാ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എൻ്റെ വോയിസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായ വാസുദേവൻ സാറായിരുന്നു എന്നെ അസിസ്റ്റൻ്റ് ചെയ്തിരുന്നത് വോയിസ് ടെസ്റ്റിന് വേണ്ടി. ഒരുപാട് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട്, സ്റ്റേജ് ഷോകൾ ചെയ്തിട്ടുണ്ട്, നല്ലൊരു കീബോർഡ് ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പോൾ സ്റ്റേജ് ഷോയിലൊക്കെ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം തെലുങ്കിലും മറ്റു ഭാഷകളിലൊക്കെ നേരത്തെ പാടിയിട്ടുണ്ട് തോന്നുന്നു അൽക്ക. മലയാളത്തിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസം അൽക്കയ്ക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ രണ്ട് പാട്ടുകൾ ഓൾറെഡി പാടിക്കഴിഞ്ഞു. അത് ട്രെയിനിലും പാടിയിരുന്നു, അതുപോലെ തത്സമയം ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞ ഫിലിമിലും പാടിയിരുന്നു. പക്ഷേ ഇത് നല്ലൊരു പുതിയൊരു അനുഭവമായിട്ട് ഞാൻ കണക്കാക്കുന്നു. പ്രത്യേകിച്ച് രാജാ സാറിൻ്റെ പാട്ടായതുകൊണ്ട് നല്ലൊരു അനുഭവമായിട്ട് കണക്കാക്കുന്നു. രാജാ സാറിൻ്റെ ഒരു പാട്ട് പാടാൻ പറ്റി എന്നുള്ളതൊരു വലിയ അവസരം തന്നെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ രാജാ സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? രാജാ സാറിൻ്റെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. ഞാൻ ചെറുപ്പത്തിലെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ട് തന്നെയാണ്
വളർന്നത്. എല്ലാ ലാംഗ്വേജിലെ പാട്ടുകളും കേൾക്കാറുണ്ട്. എന്നാൽ ഇപ്പൊ മനസ്സിൽ വരുന്നൊരു പാട്ട്? രാജാ സാറിൻ്റെ തമിഴിലൊരു പാട്ട് എന്ന് പറഞ്ഞാൽ ജാനകി അമ്മ പാട്ടൊരു പാട്ടാണ്. നാദം എൻ ജീവനേ വാവാ എൻ ദേവനേ ഉന്തൻ രാജരാഗം പാടും നേരം പാരൈ പാലൂരുതേ പൂവും മാളാനതേ നാദം എൻ ജീവനേ. നേരത്തെ തന്നെ മറ്റു ഭാഷകളിൽ പാടിയിട്ടുള്ള പരിചയമുണ്ട്. വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ അൽക്ക ഹിന്ദി പാട്ടുകളിലൂടെ ശ്രദ്ധേയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചതും. എന്താണ് അത്തരത്തിലുള്ള അനുഭവങ്ങൾ? അതുകൂടി ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് നന്നായിരിക്കില്ലേ ഈ അവസരത്തിൽ? തീർച്ചയായിട്ടും. ഞാൻ 2.5 വയസ്സിലാണ് അരങ്ങേറ്റം കുറിച്ചത്. ലിംക ബുക്സിൽ വരാൻ കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു അവാർഡ്സ് ഞാൻ പറയാം. ഇൻ്റർനാഷണൽ യുനെസ്കോ അവാർഡ് കിട്ടി ലിംക ബുക്കിന് വരുന്നതിന് മുന്നേ. പിന്നെ അതിനുശേഷം റോട്ടറി ഇൻ്റർനാഷണൽ അച്ചീവ്മെൻറ്റ് അവാർഡ് കിട്ടി. പിന്നെ ലിംക ബുക്കിൽ വരാനുള്ള ഒരു കാരണം, ഞാൻ 4 വയസ്സുള്ളപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ കമ്പോസ് ചെയ്ത ദേശഭക്തി ഗാനങ്ങൾ, അതും വിവിധ 8 ലാംഗ്വേജസിൽ ആ വയസ്സിനുള്ളിൽ പാടിയിട്ടാണ് കിട്ടിയിരുന്നത്, ഗിന്നസിൽ എൻ്റർ ആയത്. എനിക്ക് തോന്നുന്നൊരു തമിഴ് പാട്ടുകൾ പാടാൻ കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ജാനകിയമ്മയുടെ പാട്ട് പാടിയപ്പോഴുള്ള എനിക്ക് അത്തരത്തിലൊരു തോന്നലുണ്ടായി. മാത്രമല്ല അൽക്ക കുറച്ചുകൂടി സജീവമായി നിൽക്കുന്നതും മറ്റു ഭാഷകളിലാണ്. ഇപ്പോൾ ആ പാട്ട് പാടിയതിന് മുമ്പ് ഒരില ഇരില എന്നുള്ള പാട്ട് പാടിയപ്പോഴും അത്തരത്തിലുള്ള ടച്ച് തോന്നി. കുറച്ചുകൂടെ മലയാളം പാട്ടുകളെക്കാൾ ഇഷ്ടവും കുറച്ചുകൂടെ പാടാൻ എളുപ്പമുള്ളതുമായി തോന്നുന്നത് മറ്റു ലാംഗ്വേജ് പാട്ടുകളാണോ? എല്ലാ ലാംഗ്വേജസും എനിക്ക് വളരെ കംഫർട്ടബിൾ ആണ്. തമിഴിൽ ഉൾപ്പെടെയുള്ള റിയാലിറ്റി ഷോകളിൽ നന്നായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അതിൽ വിന്നറാണ്. എങ്ങനെയാണ് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു അനുഭവം? നേരത്തെ സ്റ്റേജ് ഷോ ചെയ്ത് നല്ല പരിചയമുള്ള ആളാണ്, അതിനുശേഷമാണ് ഒരു റിയാലിറ്റി ഷോയിൽ മത്സരിക്കാൻ എത്തുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം അൽക്കയ്ക്ക് ഫീൽ ചെയ്തിരുന്നു ആ സമയത്ത്? തീർച്ചയായിട്ടും. കാരണം റിയാലിറ്റി ഷോയിൽ വിന്നറായതിനു ശേഷമാണ് ഞാൻ ഫിലിമിലേക്ക് എത്തുന്നതും. മലയാളം ഫിലിമിലോട്ട് എത്തുന്നത് തന്നെ ആ തമിഴ് റിയാലിറ്റി ഷോയിലൂടെ ആയിരുന്നു. 2010 ഞാൻ വിന്നറായിരുന്നത്. 2 സിനിമയിൽ പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതിനു മുമ്പ്, ട്രെയിനിലെ പാട്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു പാട്ട് കൂടി, തത്സമയം പെൺകുട്ടിയിലൊരു പാട്ടും കൂടെ, അതിലേതെങ്കിലും ഒരു പാട്ട് കൂടെ കേൾക്കാം. ട്രെയിനിലെ ആദ്യം പാടാം. ചിറകിങ്ങ് വാനമെങ്ങ് പൂക്കളെങ്ങ് കിളികളെ പതിരായി കൊഴിഞ്ഞ കാലമെത്ര നീറി ഇതുവരെ ഇനി വരികില്ലേ തേരൊലിയായി ഇരുളലമായും വാരൊളിയായി പ്രഭാതമേ ചിറകിങ്ങ് വാനമെങ്ങ് പൂക്കളെങ്ങ് കിളികളെ പതിരായി കൊഴിഞ്ഞ കാലമെത്ര നീറി ഇതുവരെ. പിന്നണി ഗാനരംഗത്ത് സജീവമായിക്കൊണ്ടിരിക്കുകയാണ് അൽക്ക. പുതിയ പുതിയ ചിത്രങ്ങളിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ കീബോർഡുമായിട്ടുള്ള ഒരു ബന്ധം? നല്ലൊരു കീബോർഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു നേരത്തെ. എങ്ങനെയാണ്, പ്രാക്ടീസ് ചെയ്യാറുണ്ടോ ഇപ്പോഴും? ഇൻസ്ട്രുമെന്റിൽ എൻ്റെ അച്ഛനാണ് കീബോർഡ് ആർട്ടിസ്റ്റ് ആണ്. അച്ഛനായിരുന്നു കീബോർഡ് ആർട്ടിസ്റ്റ്. ചെയ്യുന്ന മ്യൂസിക് ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലേ അൽക്ക? അച്ഛന്റെ ആൽബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സംഗീതം ചെയ്തിട്ടുണ്ട്. ആൽബങ്ങളിൽ വേണ്ടി സംഗീതം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സ്റ്റേജിലും സ്റ്റേജ് ഷോകളിലും ഒക്കെയാണ് അൽക്ക സജീവമായിട്ട് നിൽക്കുന്നത്.
ഒരു സിനിമയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് മലയാള സിനിമയിലേക്ക് അങ്ങനെ എത്തിയിട്ടില്ല. കൂടുതൽ സ്റ്റേജ് ഷോകളിലാണ് സജീവമായി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാട്ട് അത്തരത്തിലൊരു പെർഫോമൻസ്, ഒരു റിയാലിറ്റി ഷോയിൽ കൂടെ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ഒരു പെർഫോമറും കൂടിയായിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റേജിലൊക്കെ പാടുമ്പോൾ പഴയ പോലെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി നിന്ന് പാടുന്ന രീതിയൊന്നുമല്ല. അപ്പോൾ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഒക്കെ നടത്താറുണ്ടോ? അതോ പാട്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, അങ്ങനെയൊക്കെ ചിന്തിക്കാറാണോ പതിവ്? ഞാൻ കൂടുതലും പാട്ടിനോടാണ് കോൺസെൻട്രേറ്റ് ചെയ്യാറ്. പിന്നെ അത്യാവശ്യമൊക്കെ പെർഫോമൻസ് ഒക്കെ ചെയ്യും സ്റ്റേജിലൊക്കെ. സ്റ്റേജിൽ സ്ഥിരമായി പാടുന്ന ഒരു പാട്ടും കൂടെ. സ്റ്റേജിൽ സ്ഥിരമായി പാടുന്ന ഇപ്പോൾ കുറേ പാട്ടുകളുണ്ട്. എന്നാലും എനിക്കിഷ്ടപ്പെട്ട, ഞാൻ തമിഴ് റിയാലിറ്റി ഷോയിൽ വിന്നറായ, എനിക്ക് 1ാം സ്ഥാനം നേടിത്തന്നൊരു സോങ് തന്നെ ആവാം. തമിഴ് തന്നെയാണ്, ജാനകി അമ്മ പാടിയ പാട്ടാണ്. സിംഗാരവേലനി ദേവാ അരുൾ സിംഗാരവേലനി ദേവാ അരുൾ സീരാട് മാർപോട് വാ സിംഗാരവേലനി ദേവാ അരുൾ സീരാട് മാർപോട് വാ സിംഗാരവേലനി ദേവാ. ജാനകി അമ്മയുടെ ശബ്ദത്തോട് ചെറിയ സാമ്യമുണ്ട്. ഇപ്പം 2 പാട്ട് പാടിയതും ജാനകി അമ്മയുടെ പാട്ടുകളായിരുന്നു പാടിയിരുന്നത്. സത്യത്തിൽ അങ്ങനെ തന്നെയാണോ? സ്റ്റേജിലൊക്കെ കൂടുതൽ പാടുന്നതും എസ് ജാനകിയുടെ പാട്ടുകൾ തന്നെയാണോ? അതോ മറ്റ് ഗായകരുടെ പാട്ടുകളൊക്കെ പാടാറുണ്ടോ? അത്തരത്തിൽ ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടോ? ശബ്ദം വെച്ച് ചില പരീക്ഷണങ്ങളൊക്കെ, അങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ടോ? സ്റ്റേജ് ഷോസിലൊക്കെ ഇതല്ലാതെ മറ്റ് സിംഗേഴ്സിൻ്റെ പാട്ടുകളും പരീക്ഷിക്കാറുണ്ട്. പക്ഷേ എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫീമെയിൽ സിംഗറാണ് ജാനകി അമ്മ. അതാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ശബ്ദത്തിന് സാമ്യമുണ്ടെന്ന്? അങ്ങനെ ഇതുവരെ ഉണ്ടായിരുന്നില്ല, പറഞ്ഞിട്ടുണ്ട്, കുറച്ച് പേര് പറഞ്ഞു. ശബ്ദത്തിൽ പരീക്ഷണങ്ങൾ നടത്താറുണ്ടോ? അതായത് വേറെ തൊണ്ട വെച്ച്, കള്ള തൊണ്ട വെച്ച്? അങ്ങനെയല്ല, പരീക്ഷണങ്ങൾ അങ്ങനെ നടത്താറില്ല. സ്വന്തം വോയിസ് തന്നെയാണ് കൂടുതലും പാട്ടുകൾ. അത് ഏത് സിംഗേഴ്സിൻ്റെ പാട്ടുകളിലും സ്വന്തം ശബ്ദത്തിലൂടെയാണ് നടത്താറ്. സ്റ്റേജ് ഷോയിൽ പാടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോണിലുള്ള പാട്ട് മാത്രം പാടിയാൽ മതിയാവില്ലല്ലോ. ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് മറ്റ് പാട്ടുകൾ പാടേണ്ടി വരില്ല. ചിലപ്പോൾ ഫാസ്റ്റ് നമ്പേഴ്സ് ഉണ്ടാവും, റോക്ക് ഉണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഒരൊറ്റ വേവ് ലെങ്ത്തിൽ വരും. ഇപ്പോൾ അൽക്കയുടെ ശബ്ദമാണെങ്കിൽ വളരെ നൈസായിട്ടുള്ളൊരു ശബ്ദമാണ്. അതുകൊണ്ട് അത്തരം പാട്ടുകൾ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കാറാണോ? അതല്ല അതിനുവേണ്ടി പ്രത്യേക പരിശ്രമം നടത്താറുണ്ടോ? അതിനുവേണ്ടി പ്രത്യേക പരിശ്രമം നടത്താറുണ്ട്. പല ടൈപ്പ് സോങ്സ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ വെസ്റ്റേണും ക്ലാസിക്കലും ഏത് ജോണറിലും അതിൻ്റേതായ ഇത് നടത്താറുണ്ട്, അതിൻ്റേതായ പരീക്ഷണങ്ങൾ നടത്താറുണ്ട് സ്റ്റേജ് ഷോസിന് വേണ്ടിയിട്ട്. അത്തരത്തിൽ പരീക്ഷണം നടത്തിയ ഒരു പാട്ട് കൂടെ കേൾക്കണം. രാജാ സാറിൻ്റെ ഒരു തമിഴ് ഗാനമാണ്, ഒരു ക്ലാസിക്കൽ പാടാം. na 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 என்ன என்ன செய்தாய் வேங்குழலே என்ன என்ன செய்தாய் வேங்குழலே என்ன என்ன செய்தாய் வேங்குழலே எனக்கும் உனக்கும் ஒரு பகையில்லையே எனக்கும் உனக்கும் ஒரு பகையில்லையே நாளும் சுகநாதம் தந்து அனல் மெழுகாய் இந்த இளமனம் இழகிடவே என்ன என்ன செய்தாய்
വളരെയധികം നന്നായിട്ടുണ്ട് അൽക്ക. എന്തായാലും ദഫേദാർ എന്ന ചിത്രം ഒരു വലിയ വിജയമായിരിക്കട്ടെ, അൽക്കയ്ക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കട്ടെ, അൽക്കയെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി മോർണിംഗ് ഷോയിൽ അതിഥിയായെത്തിയതിന്. താങ്ക് യു സോ മച്ച്.